ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു NGO അഥവാ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ് ആസ്പയർ ഫൗണ്ടേഷൻ. ബിസിനസ് കമ്മ്യൂണിറ്റിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന ആസ്പയർ ടു ഇൻസ്പയർ എന്ന ഈ ആസ്പയർ ഫൗണ്ടേഷന്റെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. ഈ വിഷയം പ്രസന്റ് ചെയ്യുന്നത് നസ്രത്ത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജർ കോസ്റ്റിംഗ് റോസ്മേരി ജോൺസൺ ആണ്. നമ്മുടെ ചുറ്റും ധാരാളം ബിസിനസ്സുകളുണ്ട്, ബിസിനസ് ഐഡിയാസുമുണ്ട്. ഇതിൻ്റെ എല്ലാം മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. മെജോറിറ്റി ഓഫ് ബിസിനസ്സും ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് അതിന് ഫർദർ പ്രൊഡക്ഷനോ വാല്യൂ അഡീഷനോ നടത്തി കസ്റ്റമേഴ്സിലോട്ട് സെയിൽ ചെയ്യുമ്പോഴാണ്. സോ ഈ പർച്ചേസിനും സെയിൽസിനും ഇടയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫംഗ്ഷനാണ് ഇതിൻ്റെ എല്ലാം സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതിനെയാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്ന എഫിഷ്യൻസീസ് എല്ലാം കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതിൽ മെയിൻ എന്ന് പറയുന്നത് ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും ആണ്. ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് ആവശ്യമായ ഇൻവെൻട്രീനേക്കാൾ കൂടുതൽ ഇൻവെൻട്രി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ചില ബിസിനസ് അവരുടെ ഇൻവെൻട്രി ലെവൽ സേഫ് ആക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. ബട്ട് ചില ബിസിനസ് അവരുടെ ഇൻവെൻട്രി മാനേജ്മെന്റിലെ ഇൻഎഫിഷ്യൻസീസ് കൊണ്ട് അറിയാണ്ട് സംഭവിക്കുന്നതാണ് ഈ ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഓവർ സ്റ്റോക്കിംഗ് സ്റ്റോറേജ് കോസ്റ്റ് കൂട്ടുന്നു. അതേപോലെ തന്നെ കമ്പനീൻ്റെ ഫണ്ട് ഈ ഇൻവെൻട്രിയിൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് അതിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ജനറേറ്റ് ആകുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ അണ്ടർ സ്റ്റോക്കിംഗ്. അണ്ടർ സ്റ്റോക്കിംഗ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് ആവശ്യമായ ഇൻവെൻട്രി ആവശ്യമായ സമയത്ത് ഉണ്ടാവാണ്ടിരിക്കുന്നത്. ആക്ച്വലി മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് കസ്റ്റമർ വന്ന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിൽ ഈ ഇൻവെൻട്രി ഇല്ലെങ്കിൽ അവർ കോമ്പറ്റീറ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യും. അവിടെ ബിസിനസ്സിന് അതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതുപോലെ ഇൻവെൻട്രി ലെവലിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കുറയ്ക്കാൻ വേണ്ടി ഉള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഇൻവെൻട്രിയുടെ ആക്യുറേറ്റ് റിപ്പോർട്ടും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും ആക്യുറേറ്റ് ഇൻവെൻട്രി റിപ്പോർട്ടും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്റ്റിമം ഇൻവെൻട്രി സ്റ്റോറേജ് ലെവൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും ആ ലെവലിൽ ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ എക്സ്ട്രാ കോസ്റ്റസ് ഒഴിവാക്കാനും അതേപോലെ അവിടെ ഒരു കോസ്റ്റ് സേവിങ്സ് കൊണ്ടുവരാനും നമുക്ക് പറ്റും. ഇൻവെൻട്രി ലെവൽസിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ കൂടാണ്ട് ഒരു ഇൻവെൻട്രി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ മാനുവൽ എറേഴ്സും മെഷീനറി ബ്രേക്ക് ഡൗൺസും തുടങ്ങിയ ഇൻഎഫിഷ്യൻസീസും ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. സോ ഒരു ഇൻവെൻട്രി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ട മാർഗങ്ങൾ എന്ന് പറയുന്നത് ഇൻവെൻട്രി മെത്തേഡ് ചൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അത് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി മെത്തേഡ് വേണോ, ലിഫോ ഫിഫോ തുടങ്ങിയ മെത്തേഡിൽ ഏതാണോ കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ആ മെത്തേഡ് തന്നെ ചൂസ് ചെയ്യണം. അതേപോലെ ഓട്ടോമേഷൻ കൊണ്ടുവരുന്നതാണ്. അതായത് ഇൻവെൻട്രി ട്രാക്കിങ്ങിലും റിപ്പോർട്ട് ജനറേഷനിലും ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് റിപ്പോർട്ടിലും ഒരു ഓട്ടോമേഷൻ കൊണ്ടുവരാൻ പറ്റിയാൽ അവിടെ ഒരു ഇൻഫോംഡ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അതേപോലെ സപ്ലയറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. വെയർഹൗസിൽ നമുക്ക് ആവശ്യമായ ഇൻവെൻട്രി കറക്റ്റ് ടൈമിൽ എത്തണമെങ്കിൽ ഒരു സപ്ലയറുമായിട്ടുള്ള റിലേഷൻഷിപ്പും അവിടെ സ്ട്രോങ് ആയിരിക്കണം. മുഖ്യ ബിസിനസ്സിലും കണ്ടുവരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻവെൻട്രിയിൽ ഒരു പ്രോപ്പർ ഡെലിഗേഷൻ സിസ്റ്റം ഇല്ലാത്തതാണ്. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻവെൻട്രി സ്റ്റോർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ ഇൻവെൻട്രി ഡാമേജ് റേറ്റ് ഏറ്റവും കൂടുതൽ വരുന്നതും ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന ഫംഗ്ഷനിലാണ്. സോ അവിടെ അക്കൗണ്ടബിലിറ്റീൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഒരു എംപ്ലോയീസ് തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡെലിഗേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻവെൻട്രി ഡാമേജ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോ എംപ്ലോയീസിനും അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്നും റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നും അവരുടെ റൈറ്റ്സ് എന്താണെന്നും അവരെന്തിനോടൊക്കെ അക്കൗണ്ടബിൾ ആണെന്നുള്ളതും പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അതുകൂടാണ്ട് ഇൻവെൻട്രി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള റിസോഴ്സസ് നമ്മൾ കൊടുക്കണം. ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മെഷീനറിയുടെ ആവശ്യം വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതേപോലെ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ട റാക്ക് തുടങ്ങിയ മെറ്റീരിയൽസ് എല്ലാം പ്രോപ്പറായിട്ട് ആ വെയർഹൗസിൽ ഉണ്ട് എന്നുള്ളതും അതിൻ്റെ മെയിൻ്റെനൻസ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതും എൻഷുർ ചെയ്യാൻ സാധിക്കണം. പിന്നെ വരാൻ ചാൻസസ് ഉള്ള ചാലഞ്ചസ്, അതായത് വെയർഹൗസിൽ സ്റ്റോർ ചെയ്യുന്നത് കുറേ ഇൻവെൻട്രീസ് ആയിരിക്കും. സോ ഒരു ക്ലൈമറ്റ്
കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ് പോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വരുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ അത് ഹ്യൂജ് ആയിരിക്കും. സോ അതിന് വേണ്ട പ്രിക്വേഷൻസ് എപ്പോഴും കരുതിയിരിക്കണം. അത് ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് വെക്കുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വെയർ ഹൗസിൽ വരുന്ന വേറൊരു പ്രോബ്ലമാണ് അൺവാണ്ടഡ് മൂവ്മെൻറ്റ്സ് ഇൻവെൻട്രിയുടെ. സോ ഈ ഇൻവെൻട്രി സിസ്റ്റമാറ്റിക് ആയിട്ടല്ല പോകുന്നെങ്കിൽ അവിടെ ഇൻവെൻട്രിയുടെ ഒരു അൺവാണ്ടഡ് മൂവ്മെൻറ്റ്സ് നടക്കും. സോ ഇത് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയും ഡാമേജ് റേറ്റ് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായി സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്ത്, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ഇൻവെൻട്രി മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസിങ് ഇൻവെൻട്രിക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ തന്നെയാണ്. അതായത് ഈ ഇൻവെൻട്രിയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ ഓരോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും ഐഡൻറ്റിഫൈ ചെയ്ത് അത് ആക്യുറേറ്റ് ആയിട്ട് മെട്രിക്സ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നതിലൂടെ എത്രത്തോളം എഫിഷ്യൻസി കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് നമുക്ക് അളന്നെടുക്കാനും ഇതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുമെന്നും കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഈ പെർഫോമൻസ് ഇവാലുവേഷൻ വഴി കണ്ടുപിടിക്കാനും പറ്റും. ഇതൊരു ഓട്ടോമേഷൻ കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു CRM ERP സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം റിയൽ ടൈം ഡാറ്റ നമുക്ക് കിട്ടുന്നത് കൊണ്ട് അവിടെ ഒരു ഇന്നാക്യുറസി വരുന്നില്ല. സോ ഒരു ഇൻഫോംഡ് ഡിസിഷൻ കറക്റ്റ് ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഫണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൂടിയാണ്. സോ ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് അവിടെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ കുറിച്ചായിരുന്നു നമ്മളിന്ന് സംസാരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. വീണ്ടും അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നിടം വരെ നന്ദി.